section 3.3 increasing and decreasing functions. Increasing and decreasing functions and first ഡെറിവേറ്റീവ് ടെസ്റ്റ്. ഇതാണ് ഒരു സെക്ഷൻ്റെ പേര്. അപ്പോൾ ആദ്യം നമുക്ക് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പം നിങ്ങൾക്ക് അറിയാം അല്ലേ, ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് വാട്ട് യു മീൻ ബൈ ഇൻക്രീസിങ് ഫംഗ്ഷൻ. നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി അതിങ്ങനെ കൂടിക്കൂടി, വാല്യൂ എന്ന് പറയുന്നത് കൂടിക്കൂടി വരും അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ, ഇപ്പം ഞാനിവിടെ ഒരു x1 എടുത്തു, അടുത്ത വാല്യൂ x2 എടുത്തു. അപ്പോൾ ഇൻക്രീസിങ് ആണെങ്കിൽ y വാല്യൂസ് എങ്ങനെ വരും? f(x1) ആയിരിക്കും ചെറുത് അല്ലേ, f(x2) വലുതായിരിക്കും. സോ അത് തന്നെയാണ് ഡെഫിനിഷനും. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മൾ ഇൻക്രീസിങ് ഫംഗ്ഷൻ ഓൺ ആൻ ഇൻ്റർവെൽ i എന്ന് വിളിക്കണമെങ്കിൽ ഫോർ എവ്രി x1, x2 ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഇൻ്റർവെൽ വിത്ത് x1 ലെസ് ദാൻ x2 f(x1) എന്തായിരിക്കും? ചെറുതായിരിക്കും. അതായത് വാല്യൂ കൂടുന്തോറും y വാല്യൂ, എക്സിൻ്റെ വാല്യൂ, എക്സ് വാല്യൂ കൂടുന്തോറും y വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇൻക്രീസിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ y ഈസ് ഈക്വൽ ടു x എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ 1ൻ്റെ വാല്യൂ 1 ആണ്, 2ൻ്റെ വാല്യൂ എന്താണ്? 2 ആണ്. അപ്പം ഇവിടെ ഈ ഒരു ഓർഡറുള്ള സമയത്ത് ഇവിടെയും അതേ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യും. ഇനി ഡിക്രീസിങ് ഫംഗ്ഷൻ ആകുമ്പോഴോ, എഫിന് നമ്മളൊരു ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് വിളിക്കണമെങ്കിൽ x1 ലെസ് ദാൻ x2 ആകുമ്പോൾ എന്ത് പറ്റും? f(x1) ഇസ് ഗ്രേറ്റർ ദാൻ f(x2) ആയിരിക്കും. അതായത് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് x1 ഇവിടെയുണ്ട്, x2 ഇവിടെയുണ്ടെന്ന് വിചാരിച്ചാൽ ആരായിരിക്കും അപ്പോൾ ഇവിടെ വലുത്? x1ൻ്റെ വാല്യൂ ആയിരിക്കും വലുത്, x2ൻ്റെ വാല്യൂ ചെറുതായിരിക്കും. അതുകൊണ്ടാണ് അതെന്ത് വരുന്നത്? ഡിക്രീസ് ആയിട്ട് വരുന്നത്, താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നത് അല്ലേ. ഡിക്രീസിങ്, കുറഞ്ഞ് വാല്യൂ കുറഞ്ഞു വരികയാണ്. അപ്പോൾ അവിടെ ആദ്യത്തെ പോയിൻറ്റിനായിരിക്കും വലുത്, ആ വാല്യൂ ആയിരിക്കും വലുത്, മറ്റേത് ചെറുതായിരിക്കും. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്, സപ്പോസ് ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ ഇതൊരു ഗ്രാഫാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് സ്ലോപ്പ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും അല്ലേ. ഡെറിവേറ്റീവ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾ y ഈസ് ഈക്വൽ ടു x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇല്ലേ, അതൊരു ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. അപ്പം അതിൻ്റെ ഡെറിവേറ്റീവ് dy/dx, സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്, പോസിറ്റീവാണ്. നേരെ മറിച്ച് നമ്മൾ y ഈസ് ഈക്വൽ ടു -x എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതിങ്ങനെ തിരിഞ്ഞ് വരുന്ന ഫംഗ്ഷനാണ്, തിരിച്ച്. അപ്പോൾ അവിടെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? dy/dx എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിങ്ങനെ കയറി വരുന്ന, ഇപ്പോൾ ഈ ഒരു ഇത്രയും വാല്യൂ, ഇത്ര ഒരു പോയിൻ്റ് എടുത്താൽ, അത് ഇവിടം വരെ എടുത്തു കഴിഞ്ഞാൽ അതൊരു ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. അപ്പോൾ അവിടെ സ്ലോപ്പ് എന്തായിരിക്കും? പോസിറ്റീവാണ്. ഇനി അതേപോലെ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു യെല്ലോ ഷെയ്ഡ് ഇട്ട് കാണിച്ച് ഇത്രയും ഭാഗത്തു നിന്ന് എടുത്തു കഴിഞ്ഞാൽ അത് ഡിക്രീസിങ് ആണ് അല്ലേ. അപ്പോൾ അവിടെ ഞാൻ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? അപ്പോൾ ഇവിടെ അത് പോസിറ്റീവാണ്, ഡെറിവേറ്റീവ് അല്ല, സ്ലോപ്പ് മീൻസ് സെയിം, സ്ലോപ്പ് പോസിറ്റീവാണ്, ഇവിടെ നെഗറ്റീവാണ്. അപ്പോൾ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ സ്ലോപ്പ്, അത് തന്നെയാണ് അടുത്തൊരു ഒബ്സർവേഷൻ. ഇഫ് യുവർ f(x) ഇസ് ഗ്രേറ്റർ ദാൻ 0, ഫംഗ്ഷൻ ഇസ് ഇൻക്രീസിങ്. ആൻഡ് ഇഫ് യുവർ ഡെറിവേറ്റീവ് സ്ലോപ്പ് ഇസ് ലെസ് ദാൻ 0, ഫംഗ്ഷൻ ഇസ് ഡിക്രീസിങ്. ഓക്കെ, ഇനി f(x) എന്ന് പറയുന്നത്, f(x) എന്ന് പറയുന്നത് 0 ആണെങ്കിലോ എന്ത് പറയാം? എഫ് ഇസ് എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ അല്ലേ. ഡെറിവേറ്റീവ് 0 ആയ കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ തിയറം 3 പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത ഒബ്സർവേഷൻ. എഫ് ഇസ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ വിത്ത് ദ ഡെറിവേറ്റീവ് പോസിറ്റീവ്, ദെൻ ഇറ്റ് ഈസ് ഇൻക്രീസിങ്. ലെസ് ദാൻ 0 ആണെങ്കിൽ ഡിക്രീസിങ്, ഈക്വൽ ടു 0 ആണെങ്കിൽ കോൺസ്റ്റൻറ്റ്. ആക്ച്വലി അതാണ് ഒരു തിയറം, ഇറ്റ്സ് എ തിയറം 1. അതിൻ്റെ പ്രൂഫ് നമുക്ക് പഠിക്കാനുണ്ട്. സിമ്പിളാണ് പ്രൂഫ്. നേരത്തെ നമ്മൾ മീൻ വാല്യൂ തിയറത്തിൻ്റെ ഒരു കൊറോളറി ചെയ്തില്ലേ, തിയറം 3, അതേപോലെ തന്നെയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സപ്പോസ് എഫ് ഇസ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ ബി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലെ 2 പോയിൻറ്റ്സ് എടുക്കും, x1, x2 വിത്ത് x1 ഇസ് ലെസ് ദാൻ x2 എന്ന് എടുക്കും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് സപ്പോസ് f(x) ഇസ് ഗ്രേറ്റർ ദാൻ 0, അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എഫ് ഈസ് ഇൻക്രീസിങ്, എഫ് ഇൻക്രീസിങ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യാം. സോ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ആണ്.
അപ്പോൾ അതുകൊണ്ട് ഒബ്വിയസ്ലി കണ്ടിന്യൂസ് ആയിരിക്കും. സോ മീൻ വാല്യൂ തിയറം വെച്ചിട്ട് ദർ എക്സിസ്റ്റ് സി ഇൻ ഓപ്പൺ ഇൻ്റർവൽ x1, x2 സച്ച് ദാറ്റ് f dash of c is equal to f of b minus f of a divided by f of b അല്ലല്ലോ, ബിയും ബിക്ക് പകരം x2, എക്ക് പകരം x1 അല്ലേ. അപ്പോൾ f of x2 minus f of x1 divided by x1 minus x2. അപ്പോൾ ഇവിടെ നിന്ന് f of x2 minus f of x1 എന്ത് കിട്ടും? f dash of c ഇൻറ്റു x1 minus x2 എന്ന് കിട്ടും അല്ലേ. ഇനി നമ്മുടെ ഡെറിവേറ്റീവ് എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 എന്നാണ് നമ്മുടെ അസംഷൻ. അവർ അസംഷൻ is f dash of x is 0 in the whole interval whenever x comes in the interval. അപ്പോൾ ഇവിടെ c എന്ന് പറയുന്നത് നമ്മുടെ സെയിം ഇൻ്റർവെലത്തെ തന്നെ ഒരു വാല്യൂ ആണ്. അപ്പോൾ f dash of c എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇനി x1 തിരിഞ്ഞു പോയില്ല, x2 മൈനസ് x1 ആണേ. x2 മൈനസ് x1, അപ്പോൾ ഇവിടെയും x2 മൈനസ് x1 ആണ്. ആൻഡ് നമ്മുടെ അസംഷൻ എന്ന് പറയുന്നത് x1 is strictly less than x2 ആണ്. അപ്പം x2 മൈനസ് x1 എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതും ഗ്രേറ്റർ ദാൻ 0 ആണ്, ഇതും ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും അല്ലേ. അതായത് f of x2 മൈനസ് f of x1 എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതായത് f of x2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ f of x1 അപ്പുറത്തെ സൈഡിലോട്ട് എടുത്താൽ, അല്ലെങ്കിൽ തിരിച്ചെന്ത് പറയാം? f of x1 is less than f of x2 എന്ന് പറഞ്ഞാൽ എന്താ? f is increasing. ഓക്കെ, അതാണ് ഫസ്റ്റ് പാർട്ടിൻ്റെ പ്രൂഫ്. ഇനി സെക്കൻഡ് പാർട്ട് നോക്കാം. വി ഹാവ് ടു ഷോ ദാറ്റ് if f dash of x is strictly less than 0, we have to show that f is decreasing. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? x1, x2 ചൂസ് ചെയ്യുന്നു with the condition that x1 is less than x2. So by mean value theorem there exists a c in open interval x1, x2 such that f of x2 minus f of x, സെയിം അതേ സാധനം തന്നെ എടുക്കുന്നു, x2 മൈനസ് x1. ഇനി ഇവിടെ നിന്ന് f of x2 മൈനസ് f of x1 is equal to f dash of c ഇൻറ്റു x2 മൈനസ് x1. ഓക്കെ, ഇനി ഇത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഗ്രേറ്റർ ദാൻ 0 അല്ല, നമ്മുടെ അസംഷൻ അനുസരിച്ച് ഇത് ലെസ് ദാൻ 0 ആണ് അല്ലേ. ഇവിടെ f dash of x എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണ്. സോ നമ്മുടെ f dash of c എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണ്. അപ്പോൾ ഇത് നെഗറ്റീവാണ്. ദിസ് ഈസ് നെഗറ്റീവ്. ഇത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. x1 ഇസ് ലെസ് ദാൻ x2 എന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്തായിരിക്കും? എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും അല്ലേ. ഒരു നെഗറ്റീവ് നമ്പറിൻ്റെ പോസിറ്റീവ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആയിരിക്കും. സോ വി ഗോട്ട് f of x2 മൈനസ് f of x1 ഇസ് ലെസ് ദാൻ 0, അല്ലെങ്കിൽ f of x2 ഇസ് ലെസ് ദാൻ f of x1, അല്ലെങ്കിൽ തിരിച്ചു പറയാം f of x1 ആയിരിക്കും ഗ്രേറ്റർ ദാൻ f of x2 എന്ന് പറഞ്ഞാൽ എന്താ? f ഇസ് ഡിക്രീസിങ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പാർട്ടും പ്രൂവ് ചെയ്തു. തേർഡ് പാർട്ട് ഓൾറെഡി നമ്മൾ തിയറം 3 ആയിട്ട് തൊട്ട് മുന്നത്തെ സെക്ഷനിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എക്സാമിന് ചോദിച്ചാൽ അതേ പ്രൂഫ് തന്നെയാണ് ഇവിടെയും നമ്മൾ എഴുതേണ്ടത്. ഇനി നമ്മളോട് ചോദിക്കുക, ഇനി ഈ പ്രൂഫ് മാത്രമല്ലാതെ ഒരു ഫംഗ്ഷൻ തന്നിട്ട് നമ്മളോട് ആ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നുള്ളതായിരിക്കും ചോദിക്കുക. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യാമെന്ന് വെച്ചാൽ, ഫസ്റ്റ് ചെയ്യേണ്ടത് സ്റ്റെപ്പ് 1. അപ്പോൾ നമ്മളോടൊരു ഫംഗ്ഷൻ തന്നിട്ട് അത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണോ ഡിക്രീസിങ് ഫംഗ്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് വി ഹാവ് ടു ഫൈൻഡ് ഓൾ ദി വാല്യൂസ് ഓഫ് എക്സ് ഫോർ വിച്ച് എഫ് ഡാഷ് ഓഫ് എക്സ്, നമ്മൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് പണ്ട് കണ്ടുപിടിച്ചിട്ടില്ലേ? എഫ് ഡാഷ് ഓഫ് എക്സ് 0 അല്ലെങ്കിൽ ഓർ എഫ് ഡാഷ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിൻറ്റ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ ഇങ്ങനത്തെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഡെറിവേറ്റീവ് 0 അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യാത്ത പോയിൻറ്റ്സ് ആണ്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് ഈ പോയിൻറ്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, നമ്മുടെ തന്നിരിക്കുന്ന ഇപ്പം മൊത്തം ഫംഗ്ഷൻ -∞ ടു ഫുൾ റിയൽ ലൈനിലാണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻ്റർവെല്ലിനെ എന്ത് ചെയ്യുക? പാർട്ടീഷൻ ചെയ്യുക. കുഞ്ഞു കുഞ്ഞു ഇൻ്റർവെൽസ് ആക്കുക. അത് ഞാൻ എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് അടുത്ത പ്രോബ്ലത്തിൽ പറഞ്ഞുതരാം. അങ്ങനെ പാർട്ടീഷൻ ചെയ്യുക. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 2 ഇതാണ്. അപ്പോൾ നമുക്ക് ഓരോ ഇൻ്റർവെൽസ് കിട്ടും. അപ്പോൾ ഫോർ എക്സാമ്പിൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 അല്ല എക്സിസ്റ്റ് ചെയ്യാത്ത 2 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എയും ബി ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഞാൻ പാർട്ടീഷൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ എ ചെറുത് വിച്ച് എ ലെസ് ദാൻ ബി ആണെന്ന് വിചാരിച്ചാൽ -∞ ടു എ എന്ന് പറയുന്നത് ഒരു ഇൻ്റർവെല്ല്, പിന്നെ എ ബി എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ല്, പിന്നെ ബി ടു ഇൻഫിനിറ്റി. അതായത് എയും ബിയും വെച്ച് ഞാൻ ഇതിനെ ഫുള്ള് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പാർട്ടീഷൻ ആക്കുക.
ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ റാൻഡംലി ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുക്കാം, എന്നിട്ട് അവിടെ ഡെറിവേറ്റീവ് നോക്കാം. അപ്പോൾ ആ പോയിന്റിൽ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സി എടുത്തു, എന്നിട്ട് എഫ് ഡാഷ് ഓഫ് സി നോക്കി. അപ്പോൾ അവിടുത്തെ എഫ് ഡാഷ് ഓഫ് സി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഈ ഒരു ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. ഓക്കെ, ഇനി ഡെറിവേറ്റീവ് എടുത്തപ്പോൾ ലെസ് ദാൻ 0 ആണെങ്കിൽ ആ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. അതേപോലെ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മളുടെ ഫംഗ്ഷൻ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു മെത്തേഡ് എങ്ങനെയാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന്, ഐ മീൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് ഡു എ പ്രോബ്ലം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും എങ്ങനെയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് നമ്മൾ ഒരു പ്രോബ്ലത്തിലോട്ട് വർക്കൗട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, ഡിറ്റർമൈൻ ദ ഇൻ്റർവെൽസ് വേർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ പ്ലസ് 2 is increasing and where it is decreasing. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഫംഗ്ഷൻ ഏതൊക്കെ ഇൻ്റർവെല്ലിലാണ് ഇൻക്രീസിങ് ആവുന്നത്, ഏതൊക്കെ ഇൻ്റർവെല്ലിലാണ് ഡിക്രീസിങ് ആവുന്നതെന്ന്. അതായത് ഇപ്പം നമുക്ക് ഈ ഫംഗ്ഷൻ ചിലപ്പോൾ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇവിടെ നോക്കിക്കോ, ഈ ഒരു ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്, ഈ ഒരു ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്, ഈ ഒരു ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്, അടുത്ത ഇൻ്റർവെല്ലിൽ ഡിക്രീസിങ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ ഇൻ്റർവെല്ലാണ് ഇൻക്രീസിങ്, ഏതൊക്കെ ഇൻ്റർവെല്ലാണ് ഡിക്രീസിങ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ സ്റ്റെപ്പ് 1 എന്തായിരുന്നു? ഫസ്റ്റ് നമ്മൾ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിൻറ്സും അതേപോലെ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് 0 എന്ന പോയിൻറ്സും കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം? ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? 3x സ്ക്വയർ മൈനസ് 6x അല്ലേ? ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ 3xനെ പുറത്തെടുത്താൽ എന്ത് കിട്ടും? എക്സ് മൈനസ് അല്ലെ ഒരു 3xനെയാണല്ലോ അല്ലേ പുറത്തെടുക്കുന്നത്. അപ്പോൾ എക്സ് മൈനസ് 2 എന്ന് കിട്ടും അല്ലേ? ഇനി ഇത് എവിടെയും ഡിനോമിനേറ്ററിൽ എക്സ് ഇല്ലാത്തതുകൊണ്ട് ഇത് ഡെറിവേറ്റീവ് എല്ലായിടത്തും എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിൻറ്റ്സ് എന്ന് പറയാൻ ഒരു പോയിൻ്റ് പോലും ഇല്ല. പക്ഷേ എഫ് ഡാഷ് ഓഫ് എക്സ് 0 എന്ന പോയിൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? എക്സ് ഈക്വൽ ടു 0യും, ഒന്നെങ്കിൽ ഇത് 0 അല്ലെങ്കിൽ ഇത് 0 അല്ലേ? ഓർ എക്സ് ഇസ് ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് 2 ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 പോയിൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഇൻ്റർവെൽസിനെ -∞ ടു ഇൻഫിനിറ്റിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോകാം. അപ്പോൾ ഇതിൽ ചെറുത് 0 ആയതുകൊണ്ട് നമ്മൾ ആദ്യം -∞ ടു 0 എടുത്തു, അടുത്ത ഇൻ്റർവെല്ല് 0 ടു 2 എടുത്തു, അടുത്ത ഇൻ്റർവെല്ല് 2 ടു ഇൻഫിനിറ്റി. ഇങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. അതായത് ഹോൾ റിയൽ ലൈൻ എടുത്താൽ 0 ഇവിടെ 2 ഇവിടെ. അപ്പോൾ നമ്മൾ ഇവിടം തൊട്ട്, അതായത് -∞ തൊട്ട് ഇവിടം വരെ ഉള്ളത് ഫസ്റ്റ് ഇൻ്റർവെല്ല്, ഇനി 0 തൊട്ട് 2 വരെ ഉള്ളത് സെക്കൻഡ് ഇൻ്റർവെല്ല്, 2 തൊട്ട് അങ്ങോട്ടേക്കുള്ളത് തേർഡ് ഇൻ്റർവെല്ല്. ഇങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതേപോലെ നമ്മൾ ഇൻ്റർവെൽസ് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഈ നടുക്കത്തെ ഇൻ്റർവെല്ലിന് മറന്നു പോകരുത്. -∞ ടു 0യും 2 ടു ഇൻഫിനിറ്റി മാത്രമല്ല ഈ ഒരു ഇൻ്റർവെല്ലിൽ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെ ഇടയിലത്തെ ഒരു നമ്പർ എടുത്തു. ഇതിൻ്റെ ഇടയിൽ ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള നമ്പർ എടുക്കാം, -1 എടുത്തു. എന്നിട്ട് ഞാൻ എഫ് ഡാഷ് ഓഫ് -1 കണ്ടുപിടിക്കാൻ പോവാം. എഫ് ഡാഷ് ഡെറിവേറ്റീവിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, ഡെറിവേറ്റീവ് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം എഫ് ഡാഷ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 3 × -1 × -1 - 2. അപ്പോൾ എന്ത് കിട്ടും? -3 × -3 വിച്ച് ഈസ് പോസിറ്റീവ് അല്ലേ? സോ -∞ 0ൻ്റെ ഇടയിൽ ഞാൻ -1 എടുത്തപ്പോൾ എനിക്ക് പോസിറ്റീവാണ് കിട്ടി. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. സോ എന്ത് പറയാം? -∞ 0ൽ ഫംഗ്ഷൻ എന്താണ്? ഇൻക്രീസിങ് ആണ്. ഓക്കെ, അടുത്ത ഇൻ്റർവെൽ എടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്ന് കിട്ടി. ഇനി അടുത്ത ഇൻ്റർവെൽ 0 ടു, അതിലത്തെ ഒരു പോയിൻ്റ് 1 എടുത്തു കേട്ടോ. സോ എഫ് ഡാഷ് ഓഫ് 1 എടുത്തു. എഫ് ഡാഷ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 3 × 1 × 1 - 2. അപ്പോൾ 3 × -1 വിച്ച് ഈസ് -3 വിച്ച് ഈസ് നെഗറ്റീവ്. അവിടെ നെഗറ്റീവാണ്. അപ്പോൾ ഈ ഒരു ഇൻ്റർവെല്ലിൽ 0 2 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ എന്താണ്? ഡിക്രീസിങ് ആണ്. ഓക്കെ, അടുത്തത് 2 ടു ഇൻഫിനിറ്റിയിൽ നമ്മൾ 3 എടുത്തു. എളുപ്പമുള്ള പോയിൻ്റ് എടുത്താൽ മതി. സോ എഫ് ഡാഷ് ഓഫ് 3 നോക്കുക. എഫ് ഡാഷ് ഓഫ് 3 എന്ന് പറയുന്നത് 3 × 3 3 - 2 അല്ലേ? അപ്പോൾ ഇത് പോസിറ്റീവാണ്, ഇതും പോസിറ്റീവാണ്. സോ ദ വാല്യൂ ഇസ് 9 വിച്ച് ഈസ് പോസിറ്റീവ്. അപ്പോൾ ഈ ഒരു ഇൻ്റർവെൽ എന്താണ്? ഫംഗ്ഷൻ ഇസ് ഇൻക്രീസിങ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? ആദ്യത്തെ 2 ഇൻ്റർവെൽ, അതായത് -∞ ടു 0ലും 2 ടു ഇൻഫിനിറ്റിയിലും ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്.
അതേപോലെ 0 to 2 നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? ഡിക്രീസിങ് ആണ്. ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഇതേപോലെ നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ഡിറ്റർമൈൻ ദ ഇൻ്റർവെൽസ് വേർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1/x ഇസ് ഇൻക്രീസിങ് ആൻഡ് വേർ ഇറ്റ് ഈസ് ഡിക്രീസിങ്. അതായത് ഈ ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവുന്ന ഇൻ്റർവെല്ലും ഡിക്രീസിങ് ആവുന്ന ഇൻ്റർവെൽസും ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് തന്നെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് 1/xൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് -1/x² ആണ്. സോ ഇറ്റ് ഇസ് 1 മൈനസ് 1/x², അല്ലെങ്കിൽ ഒന്നുകൂടെ x² മൈനസ് 1/x². ഓക്കെ, ഇതാണ് അതിൻ്റെ ഡെറിവേറ്റീവ്. ഇതിനൊന്നും കൂടെ വൃത്തിയായിട്ട് എഴുതിയാൽ എക്സ് പ്ലസ് 1 ഇൻറ്റു ഇത് a² മൈനസ് b² ഫോമിലാണ്. അപ്പോൾ a പ്ലസ് b ഇൻറ്റു a മൈനസ് b ഇങ്ങനെ എഴുതാം അല്ലേ. ഇവിടെ 2 കാറ്റഗറി ഉണ്ട്. അതായത് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ 0 ആവുന്നത്. സോ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ പോയിൻ്റ് ആണ്. പിന്നെ ഈ ഫംഗ്ഷൻ 0 ആവുന്ന എവിടെയാണ്? ന്യൂമറേറ്റർ 0 ആകുമ്പോൾ. ന്യൂമറേറ്റർ 0 ആവാന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിൽ എക്സിന് 1 കിട്ടിയാൽ എന്ത് പറ്റും? എക്സിന് 1 കൊടുത്താൽ ഇത് 2 ആകും ഇൻറ്റു 0/1 വിച്ച് ഇസ് 0. അപ്പം എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആവുന്ന പോയിൻറ്റ്സ്, എഫ് ഡാഷ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിൻറ്റ്സ് ആണ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആവുന്ന പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? എക്സ് ഇസ് ഈക്വൽ ടു 1 ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു -1. അപ്പോൾ നമ്മുടെ വരച്ച് കഴിഞ്ഞാൽ -1 ആണ് ആദ്യം വരിക, പിന്നെ 0, പിന്നെ 1 അല്ലേ. അപ്പോൾ നമ്മളെങ്ങനെയാണ് പാർട്ടീഷൻ ചെയ്യുക? -∞ to -1 ആണ് ഫസ്റ്റ് ഇൻ്റർവെൽ. ഇതാണ് ഫസ്റ്റ് ഇൻ്റർവെൽ. സെക്കൻഡ് ഇൻ്റർവെൽ -1 to 0 സെക്കൻഡ് ഇൻ്റർവെൽ. പിന്നെയോ 0 to 1 അതാണ് തേർഡ് ഇൻ്റർവെൽ. ലാസ്റ്റ് ഇൻ്റർവെൽ 1 to ∞. ഇങ്ങനെയാണ് നമ്മൾ പാർട്ടീഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ 3 നമ്പേഴ്സ് വന്നുകൊണ്ട് നമ്മളിങ്ങനെയാണ് പാർട്ടീഷൻ ചെയ്യുക. ഇനി എന്ത് ചെയ്യുക? ഇതിൻ്റെ ഇടയിലത്തെ ഒരു നമ്പർ എടുക്കുക. ഫോർ എക്സാമ്പിൾ -2. എന്നിട്ട് എന്ത് ചെയ്യുക? എഫ് ഡാഷ് ഓഫ് -2 നോക്കുക. എഫ് ഡാഷ് ഓഫ് -2 ചെയ്യുന്ന സമയത്ത് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 3/4 കിട്ടും. അതിൻ്റെ അർത്ഥം എന്താ? ഇറ്റ് ഈസ് പോസിറ്റീവ്. സോ ദ ഫംഗ്ഷൻ ഇസ്, ഈ ഒരു ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ എന്തായിരിക്കും? ഇൻക്രീസിങ്. ഇവിടെ ഫംഗ്ഷൻ ഇസ് ദിസ് ഫംഗ്ഷൻ ഇസ് ഇൻക്രീസിങ്. ഓക്കെ, അതേപോലെ അടുത്ത പോയിൻ്റ് എടുത്തു. സെക്കൻഡ് ഇൻ്റർവെല്ലില്ലേ, ഫസ്റ്റിൽ ഇൻക്രീസിങ് ആണ്. സെക്കൻഡ് ഇൻ്റർവെല്ലിൽ -1ൻ്റെയും 0ൻ്റെ ഇടയ്ക്കുള്ള ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ -1/2 എടുത്തു. അപ്പോൾ എഫ് ഡാഷ് ഓഫ് -1/2 ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് -3 കിട്ടും വിച്ച് ഇസ് ലെസ് ദാൻ 0. സോ അവർ ഫംഗ്ഷൻ ഇസ് ഡിക്രീസിങ്. ഇനി 0, 1ൻ്റെ ഇടയ്ക്കുള്ള ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് 1/2 എടുത്താൽ മതി. 1/2 എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അഗെയിൻ -3 കിട്ടും. ഇറ്റ് ഈസ് അഗെയിൻ സ്ട്രിക്ട്ലി ലെസ് ദാൻ 0. സോ ദ ഫംഗ്ഷൻ ഇസ് ഡിക്രീസിങ് ഹിയർ. അതേപോലെ 1 to ∞ എടുക്കുന്ന സമയത്ത് ഇറ്റ്സ് വെരി ഈസി ചോയ്സസ്. എഫ് ഡാഷ് ഓഫ് 2. എഫ് ഡാഷ് ഓഫ് 2 ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് 3/4. ഇറ്റ് ഈസ് ഓൾസോ പോസിറ്റീവ്. അപ്പോൾ ഇവിടെ എന്താണ്? ഫംഗ്ഷൻ ഇസ് ഇൻക്രീസിങ്. അപ്പോൾ ഈ ഇൻ്റർവെല്ലിലും ഫംഗ്ഷൻ എന്താണ്? ഇൻക്രീസിങ് ആണ്. ബാക്കി നടുക്കത്തെ 2 ഇൻ്റർവെല്ലിലും നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? ഡിക്രീസിങ് ആണ്. അപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഫൈൻഡിങ് ദ റിലേറ്റീവ് എക്സ്ട്രീമ ഓഫ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ്റെ റിലേറ്റീവ് എക്സ്ട്രീമ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ റിലേറ്റീവ് എക്സ്ട്രീമയിൽ നമുക്ക് ആദ്യം റിലേറ്റീവ് മിനിമം നോക്കാം. റിലേറ്റീവ് മാക്സിമം. റിലേറ്റീവ് മാക്സിമം എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനൊരു സംഭവം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ റിലേറ്റീവ് മാക്സിമത്തിൻ്റെ ഒരു പ്രത്യേകത, ഫംഗ്ഷൻ ഇവിടം വരെ എന്തായിരിക്കും? ഇൻക്രീസിങ് ആയിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും ഡിക്രീസിങ്. അപ്പോൾ ഈ ഒരു സി എന്ന് പറഞ്ഞ പോയിൻറ്റിൻ്റെ പ്രത്യേകത, സീൻ്റെ തൊട്ട് മുന്നത്തെ ഒരു പോയിൻ്റ് എടുത്താൽ അവിടെ ഫംഗ്ഷൻ എന്തായിരിക്കും? അതായത് ഇപ്പോൾ ഇത് എ, നമ്മുടെ ഇൻ്റർവെൽ എ ബി എന്ന് വിചാരിച്ചോ. അപ്പോൾ ഓപ്പൺ ഇൻ്റർവെൽ എ സിയിൽ ഫംഗ്ഷൻ എന്തായിരിക്കും? ഇൻക്രീസിങ് ആയിരിക്കും. അടുത്തതിൽ ഫംഗ്ഷൻ അതായത് സി ബിയിൽ എന്തായിരിക്കും? ഡിക്രീസിങ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നമ്മൾ തിയറം 2 എന്ന് പറഞ്ഞിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പേരിനുള്ളത് കൊണ്ട് പഠിക്കണം കേട്ടോ. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, സ്റ്റേറ്റ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്നോ അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ഒക്കെ ചെയ്യാൻ വരും. സോ തിയറം 2 ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. അതിൻ്റെ പേര് തന്നെ ഉണ്ടല്ലേ, ഫസ്റ്റ് ഡെറിവേറ്റീവ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ലെറ്റ് സി ബി എ ക്രിട്ടിക്കൽ പോയിൻറ്റ്. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ, ഇഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ഓൺ എ സി ആൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ 0 ഓൺ സി ബി, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തുണ്ടാവും? റിലേറ്റീവ് മാക്സിമം. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, റിലേറ്റീവ്
മാക്സിമം ഉണ്ടാകും. അതേപോലെ തിരിച്ച് ഇനി നമുക്ക് റിലേറ്റീവ് മിനിമം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് പറ്റും, ഈ ഒരു പോയിന്റിൽ റിലേറ്റീവ് മിനിമം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്, ഇവിടെ ഇൻക്രീസിങ് ആണ്. അതായത് ഇഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ 0 ഓൺ എ സി ആൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0 ഓൺ സി ബി, അപ്പോൾ അവിടെ എന്തുണ്ടാവും, റിലേറ്റീവ് മിനിമം ഉണ്ടായിരിക്കും. ഇനി തേർഡ് വൺ, ഇനി എഫ് ഡാഷ് ഓഫ് എക്സിന് സെയിം സൈനാന്ന് വിചാരിച്ചു. അതായത് എഫ് ഡാഷ് ഓഫ് എ ഇവിടെയും 0 ആണ്, എ സിയിലും 0 ആണ്. അതായത് ഇപ്പോൾ ഇങ്ങനെ സി എന്ന് പറയുന്ന അവിടെ എ ബി, അപ്പം ഇവിടെയും ഇൻക്രീസിങ് ആണ്, പിന്നെ ഇങ്ങനെ ഇൻക്രീസിങ് ആണ്. അല്ലെങ്കിൽ രണ്ടാമത്തെ കേസ് ഇവിടെ ഡിക്രീസിങ് ആണ്, പിന്നെ ഡിക്രീസിങ് ആണ്. അതിൻ്റെ അർത്ഥം എന്താ, റിലേറ്റീവ് മിനിമം ഇല്ല, റിലേറ്റീവ് മാക്സിമം ഇല്ല. അതായത് എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ സൈനിന് ചേഞ്ച് ഇല്ലെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, ഒരു റിലേറ്റീവ് എക്സ്ട്രീമം ഉണ്ടാവില്ല. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എഫ് ഡാഷ് ഓഫ് എക്സ് എ സിയിൽ, അതായത് സിയുടെ തൊട്ട് മുന്നത്തെ ഇൻ്റർവെല്ലിൽ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും, റിലേറ്റീവ് മാക്സിമം ഉണ്ടാകും. ഫസ്റ്റ് നെഗറ്റീവും പിന്നെ പോസിറ്റീവും ആണെങ്കിൽ അവിടെ റിലേറ്റീവ് മിനിമം ഉണ്ടായിരിക്കും. ഇനി ഒരു ചേഞ്ച് ഇല്ല, രണ്ട് ഇൻ്റർവെൽ എടുത്താലും ഒന്നെങ്കിൽ രണ്ടും പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ ഒരു റിലേറ്റീവ് എക്സ്ട്രീമം ഇല്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൂഫ് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നോക്കാം കേട്ടോ. അതേപോലെ തന്നെയാണ് നമ്മൾ ബാക്കി ചെയ്യാം. അപ്പോൾ സപ്പോസ് വി ആർ അസ്യൂമിങ് ദാറ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0 ഓൺ ഓപ്പൺ ഇൻ്റർവെൽ എ സി ആൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ 0 ഓൺ സി ബി എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, നൗ അപ്പോൾ ഇതെന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്, എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഫംഗ്ഷൻ ഇസ് ഇൻക്രീസിങ് അല്ലേ. ഇവിടെയാണെങ്കിലോ ഫംഗ്ഷൻ ഇസ് ഡിക്രീസിങ്. അപ്പോൾ ഒരു സ്ഥലത്ത് ഫംഗ്ഷൻ ഇൻക്രീസിങ്, ഫംഗ്ഷൻ ഡിക്രീസിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ലൈക്ക് ദിസ് അല്ലേ. ഇവിടെ ഇൻക്രീസിങ് ആണ്, ഇവിടെ ഡിക്രീസിങ് ആണെന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്രയും സ്ഥലത്ത് എ ടു സിയിലോട്ട് വരുമ്പോൾ ഫംഗ്ഷൻ ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും മാക്സിമം വാല്യൂ. അതേപോലെ ഇവിടെ നിന്ന് പിന്നെ ഡിക്രീസിങ് ആണെന്ന് പറഞ്ഞാൽ സ്റ്റിൽ ഇത് തന്നെയാണ് മാക്സിമം വാല്യൂ. അതായത് എക്സ് എന്ന് പറയുന്ന ഇവിടെ ഈ ഇതിൻ്റെ ഇടയിലാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ എഫ് ഓഫ് സി. കാരണം എക്സ് ഇതിൻ്റെ ഇടയിൽ വന്നാൽ എക്സ് ലെസ് ദാൻ സി ആണ്. സോ എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ എഫ് ഓഫ് സി. ഇനി എക്സ് ഇവിടെ വന്നാലോ, അപ്പോൾ സി ലെസ് ദാൻ എക്സ് ആണ്, പക്ഷേ അപ്പം എന്ത് പറ്റും, ഡിക്രീസിങ് ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എഫ് ഓഫ് സി ആകും അല്ലേ. അപ്പോൾ എപ്പോൾ നോക്കിയാലും അതായത് എക്സ് ഇപ്പുറത്തെ ഇൻ്റർവെല്ലിൽ വന്നാലും ഇപ്പുറത്തെ ഇൻ്റർവെല്ലിൽ വന്നാലും എഫ് ഓഫ് സി തന്നെയായിരിക്കും എപ്പോഴും വലുത്. അതായത് അതിൻ്റെ അർത്ഥം എന്താ, എഫ് ഓഫ് സി ആണ് മാക്സിമം. സോ അവിടെ എന്തുണ്ടാകും, ഒരു റിലേറ്റീവ് മാക്സിമം ഉണ്ടായിരിക്കും. അതേപോലെ പാർട്ട് ബി എടുത്താൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ 0 ഓൺ എ സി ആൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0 ഓൺ സി ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, എഫ് ഡാഷ് ഓഫ് എക്സ് ഇതാ ഡിക്രീസിങ് പിന്നെ ഇൻക്രീസിങ്. അപ്പോൾ അതേപോലെ ഇവിടെ ഡിക്രീസിങ് ആണല്ലേ. അപ്പോൾ എക്സ് ഇവിടെ എടുത്താൽ എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ സി, പക്ഷേ ഡിക്രീസിങ് ആയതുകൊണ്ട് എന്ത് പറ്റും, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് സി ആയിരിക്കും. അതേപോലെ എക്സിന് ഞാൻ ഇപ്പുറത്തെടുത്ത ബീൻ്റെ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സി ലെസ് ദാൻ എക്സ് ആണ്, പക്ഷേ അവിടെ ഇൻക്രീസിങ് ആയതുകൊണ്ട് എഫ് ഓഫ് സി ഇസ് ലെസ് ദാൻ. അപ്പോൾ ഏത് രണ്ട് പോയിന്റിലെടുത്താലും ഇവിടെ എഫ് ഓഫ് എക്സ് തന്നെയായിരിക്കും വലുത്. അപ്പോൾ അല്ല സോറി തിരിഞ്ഞു പോയാ, ഒരു മിനിറ്റ്, ഡിക്രീസിങ് അല്ലേ. ഓക്കെ, കറക്റ്റ്, ഇറ്റ് വാസ് കറക്റ്റ്. എഫ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് സി. അപ്പോൾ രണ്ടാമത്തെ കേസിലെടുത്താലും എഫ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് സി. അതായത് എഫ് ഓഫ് സി മിനിമം ആയിരിക്കും. മിനിമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, അപ്പോൾ അവിടെ ഒരു റിലേറ്റീവ് മിനിമം ഉണ്ടായിരിക്കും. ഇനി സൈൻ ചേഞ്ച് ഒന്നും ഇല്ലെങ്കിലോ, സൈൻ ചേഞ്ച് ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, രണ്ട് എണ്ണം വരാം. ഒന്നെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് രണ്ട് സ്ഥലത്തും പോസിറ്റീവ് ആയിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്, എഫ് ഓഫ് എക്സ് എപ്പോഴും ഇൻക്രീസിങ് ആയിരിക്കും. ഇൻക്രീസിങ് ആയിട്ടുള്ളൊരു ഫംഗ്ഷന് മിനിമം ഉണ്ടാവുമോ, മാക്സിമം ഉണ്ടാവില്ല അല്ലേ. കാരണം ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇൻക്രീസിങ്, ഈ ഒരു പോയിൻ്റ് മാക്സിമം എന്ന് പറയാൻ പറ്റില്ല, കാരണം അതിനേക്കാളും വലിയ പോയിന്റ് ഇപ്പുറത്തുണ്ട്. ഇത് മാക്സിമം എന്ന് പറയാൻ പറ്റില്ല, അതിനേക്കാളും വലുത്. അതേപോലെ രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ഇസ് ഡിക്രീസിങ്, അപ്പോൾ അതിനൊരു മിനിമം ഉണ്ടാവില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രൂഫ്. ഇനി ഇതിൻ്റെ ഒരു ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മളൊരു ഫംഗ്ഷൻ്റെ റിലേറ്റീവ് എക്സ്ട്രീമ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ തിയറമാണ്, നമ്മളെങ്ങനെയാണ് നമുക്കൊരു പ്രോബ്ലം കിട്ടിയാൽ നമ്മളെങ്ങനെയാണ് അതിൻ്റെ റിലേറ്റീവ് എക്സ്ട്രീമയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ദ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക. അതായത് എന്താണ്,
എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആവുന്നതോ അല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യാത്തതോ, ഡസ് നോട്ട് എക്സിസ്റ്റ്, അങ്ങനത്തെ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ അപ്പം എനിക്കൊരു സി എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടിയായിരിക്കും. അപ്പോൾ സീൻ്റെ തൊട്ട് മുന്നത്തെ പോയിന്റിൽ ഫംഗ്ഷൻ സൈൻ നോക്കുക. അവിടെ ഫംഗ്ഷൻ ഗ്രേറ്റർ ദാനും ഇത് കഴിഞ്ഞിട്ടുള്ള പോയിന്റിൽ ഫംഗ്ഷൻ്റെ സൈൻ ലെസ് ദാനും ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും ഫംഗ്ഷൻ ഒരു റിലേറ്റീവ് മാക്സിമം ഉണ്ടായിരിക്കും. ഇനി സി എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തു, അതിൻ്റെ തൊട്ട് മുന്നേയുള്ള ഒരു വാല്യൂവിൽ ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആണ്. അത് കഴിഞ്ഞിട്ടുള്ള പോയിന്റിൽ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇവിടെ എന്തുണ്ടാവും മിനിമം ഉണ്ടായിരിക്കും, റിലേറ്റീവ് മിനിമം ഉണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ മുന്നിൽ ഉള്ള എഫ് ഡാഷ് ഓഫ് എക്സിനും ഇത് സി കഴിഞ്ഞിട്ടുള്ള എഫ് ഡാഷ് ഓഫ് എക്സിനും സൈൻ ചേഞ്ച് ഇല്ല. ഒന്നെങ്കിൽ രണ്ടും പോസിറ്റീവ് ഓർ രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, ഒരു എക്സ്ട്രീമം ഉണ്ടാവില്ല, മാക്സിമം ഉണ്ടാവില്ല, മിനിമം ഉണ്ടാവില്ല. ഇങ്ങനെയാണ് നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 പ്രോബ്ലം പറയാം. മൂന്നാമത്തെ പ്രോബ്ലം നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ട് തരും കേട്ടോ. അപ്പോൾ എക്സാമ്പിൾ 3 നോക്കാം. ഫൈൻഡ് ദ റിലേറ്റീവ് എക്സ്ട്രീമ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 4 മൈനസ് 4x ക്യൂബ് പ്ലസ് 12. ഇതിൻ്റെ റിലേറ്റീവ് എക്സ്ട്രീമ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ആദ്യം നോക്കണം. 4x ക്യൂബ് മൈനസ് 12x സ്ക്വയർ. ഇനി അതിനെ നമുക്ക് 4x സ്ക്വയറിന് കോമൺ എടുത്താൽ എക്സ് മൈനസ് 3 കിട്ടും അല്ലേ, എക്സ് മൈനസ് 3. അപ്പോൾ ഇത് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിൻറ്റ്സ് ഒന്നുമില്ല, കാരണം ഡിനോമിനേറ്ററിലൊന്നുമില്ല. പക്ഷേ എഫ് ഡാഷ് ഓഫ് എക്സ് 0 വന്ന പോയിൻറ്റ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ്, എക്സ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 3. അപ്പോൾ ഈ 2 പോയിൻറ്റ്സിൽ ഇതാണ് രണ്ടുമാണ് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 0യും 3യും ആണ് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്. അപ്പോൾ 0ൻ്റെ തൊട്ട് മുന്നേയുള്ള ഒരു പോയിൻ്റ് എടുക്കുക, ഇത് കഴിഞ്ഞിട്ടുള്ള പോയിൻ്റ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, എഫ് ഡാഷ് ഓഫ് ഫോർ എക്സാമ്പിൾ ഞാനിപ്പം എഫ് ഡാഷ് ഓഫ് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ 0ക്ക് തൊട്ട് മുന്നേയുള്ള പോയിൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എഫ് ഡാഷ് ഓഫ് -1 എടുത്തു. എഫ് ഡാഷ് ഓഫ് -1 എടുത്താൽ എന്ത് കിട്ടും, മൈനസ് ആയിരിക്കും ആൻസർ അല്ലേ, കാരണം 4 ഇൻറ്റു -1 സ്ക്വയർ ഇൻറ്റു -1 -3 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആക്കും. അപ്പോൾ ലെസ് ദാൻ 0 ആണ്. എഫ് ഡാഷ് ഓഫ് 1 എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, 4 ഇൻറ്റു 1 സ്ക്വയർ ഇൻറ്റു 1 -3. അവിടെ എന്താണ്, രണ്ടും നെഗറ്റീവാണ് അല്ലേ. രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് എന്ത് പറയാം, ആ 0 ഇൻവോൾവ് ആയിരിക്കുന്ന 0യിൽ എന്തില്ല, റിലേറ്റീവ് മാക്സിമം ഇല്ല, റിലേറ്റീവ് മിനിമം ഇല്ല. അപ്പോൾ 0 എന്ന് പറഞ്ഞ പോയിന്റിൽ മാക്സിമം ഇല്ല, മിനിമം ഇല്ല എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് 3ൻ്റെ മുന്നത്തെ പോയിൻറ്റ്സ് നോക്കാം. 3 കഴിഞ്ഞിട്ടുള്ളത് 4ഉം പിന്നെ 2ഉം. അപ്പോൾ എഫ് ഡാഷ് ഓഫ് 2 എടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും, 4 ഇൻറ്റു 2 സ്ക്വയർ ഇൻറ്റു 2 - 3, അത് നെഗറ്റീവാണ്. 2 - 3 എന്തായാലും നെഗറ്റീവാണ്. അതേപോലെ എഫ് ഡാഷ് ഓഫ് 4 എടുക്കുന്ന സമയത്ത് 4 ഇൻറ്റു 4 സ്ക്വയർ ഇൻറ്റു 4 - 3, ഇത് എന്തായാലും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഒരു എന്തുണ്ട്, സൈൻ ചേഞ്ച് ഉണ്ട്. 3ൻ്റെ മുന്നിൽ ലെസ് ദാനും, അതായത് 3ൻ്റെ മുന്നിൽ ഡിക്രീസിങ് ആണ് അല്ലേ, ലെസ് ദാൻ, ഡെറിവേറ്റീവ് ലെസ് ദാൻ, സ്ലോപ്പ് നെഗറ്റീവാണ്. 3 കഴിഞ്ഞിട്ട് പോസിറ്റീവാണ്. അതിൻ്റെ അർത്ഥം എന്താണ്, അറ്റ് എക്സ് ഈക്വൽ ടു 3 ഇറ്റ് ഹാസ് എ റിലേറ്റീവ് മിനിമം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് പോലെയും ചെയ്യാം, അല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ ഇങ്ങനെ ചെയ്യാം. അത് ക്രിട്ടിക്കൽ പോയിൻറ്റ്സിന് തൊട്ട് മുന്നിലും പുറകിലുള്ള പോയിൻറ്റ്സ് 2 ഇട്ട് കൊടുക്കുക, എന്നിട്ട് സൈൻ ചേഞ്ച് മാത്രം നോക്കിയാൽ മതി. ഇനി വി ഹാവ് ലാസ്റ്റ് എക്സാമ്പിൾ 4. ഫൈൻഡ് ദ റിലേറ്റീവ് എക്സ്ട്രീമ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 15x റേസ് ടു 2/3 മൈനസ് 3x റേസ് ടു 5/3. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം, എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നോക്കണം. അപ്പോൾ എന്ത് കിട്ടും, 2/3 ഇൻറ്റു 15 ഇൻറ്റു 2/3 എക്സ് റേസ് ടു 2/3 -1 മൈനസ് 3 ഇൻറ്റു 5/3 ഇൻറ്റു എക്സ് റേസ് ടു 5/3 -1. സോ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ 10x റേസ് ടു -1/3 അല്ലേ, അല്ലെങ്കിൽ അതിനെങ്ങനെ എഴുതാം, മതി അല്ലേ, -3 പോവും, 5x റേസ് ടു എന്ത് കിട്ടും, 2/3 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എക്സ് ഡിനോമിനേറ്ററിലാണ് വരിക. അപ്പോൾ അല്ലെ ഇതിനൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 5x റേസ് ടു -1/3 പുറത്തെടുക്കും. അപ്പോൾ 2/3 2/3 നമ്മളെങ്ങനെ
സോ 2/3 നമുക്ക് -1/3 പുറത്തെടുക്കണം അല്ലേ. 2/3 -1/3 ഇൻറ്റു -3 ക്യാൻസലായി പോയിക്കോളുമല്ലോ. അപ്പോൾ ഇതിനെ പുറത്തെടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു 3 പോവും. ഒരു മിനിറ്റ്. സോ ദാറ്റ് ഇസ് നോട്ട് ദ വേ. അത് പവറാണല്ലോ, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ x⁻²/3 ഞാൻ x⁻⁻1/3 കൊണ്ട് ഇൻറ്റു 1/3 കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ കുഴപ്പമില്ലല്ലോ. x⁻⁻1/3 ഇൻറ്റു x⁻⁻1/3 എന്ന് പറഞ്ഞാൽ x⁻⁻a⁻m ഇൻറ്റു a⁻n ഇസ് a⁻m+n ആയതുകൊണ്ട് ഇത് രണ്ടും കൂടെ പവർ ആഡ് ചെയ്യുമ്പോൾ വ്യത്യാസം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ x⁻⁻1/3 ഇവിടെ നിന്ന് എടുക്കുന്നു. അപ്പോൾ x⁻²/3 എനിക്ക് അങ്ങനെ എഴുതാം. x⁻²/3 ഇൻറ്റു x⁻⁻1/3 ഇൻറ്റു x⁻⁻1/3 എടുക്കാം. എന്നിട്ട് x⁻⁻1/3 ഞാൻ പുറത്തെടുക്കുന്നത്. അപ്പോൾ ബാക്കി ആരൊക്കെ ഉണ്ടാവും? x⁻²/3 + 1/3 എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് അല്ലേ. x⁻³ വിച്ച് ഇസ് എക്സ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ x⁻²/3 നമുക്ക് എങ്ങനെ എഴുതാം? ഇതുപോലെ എഴുതാം. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ആ കോമൺ എടുക്കുന്ന ആളെ എടുത്തപ്പം ഐ വിൽ ഗെറ്റ് എക്സ് ഇൻസൈഡ് ദ ബ്രാക്കറ്റ്. ഓക്കെ, അപ്പം 5⁻x. അപ്പോൾ ഇവിടെ ബാക്കിയുള്ളത് 2 ആണ്. 2 - x. നിങ്ങളത് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മുകളിലത്തെ ആൻസർ തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നൗ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിനൊന്നുകൂടെ വൃത്തിയായിട്ട് എഴുതിയ 2 - x ഡിവൈഡഡ് ബൈ അല്ലെ 5 ഇൻറ്റു 2 - x ഡിവൈഡ് ബൈ x⁻⁻1/3 എന്ന് കിട്ടും. ഇനി f'(x) 0 എന്ന പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? x = 2. അതേപോലെ f'(x) എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ ആണ് x = 0. അപ്പോൾ നമുക്ക് രണ്ട് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കിട്ടി, x = 0 ആൻഡ് x = 2. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 0 പിന്നെ 2 അല്ലേ. അപ്പോൾ 0ക്ക് മുന്നേ ഉള്ള പോയിന്റ് -1, 0 കഴിഞ്ഞിട്ടുള്ള പോയിന്റ് 1. അപ്പോൾ എന്ത് ചെയ്യണം? f' മൈനസ് വേണ്ടേ, ഓക്കെ, f'(-1) കണ്ടുപിടിക്കാം. f'(-1) എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 2 - -1 ഡിവൈഡ് ബൈ -1 റേസ് ടു ക്യൂബ് റൂട്ട് ഓഫ് -1. ക്യൂബ് റൂട്ട് ഓഫ് -1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നെഗറ്റീവ് ആണല്ലേ. സോ ഇറ്റ് ഈസ് നെഗറ്റീവ്. -1ൻ്റെ ക്യൂബ് റൂട്ട്, സോ -1 ഇൻറ്റു -1 ഇൻറ്റു -1 ആണ് -1. സോ ക്യൂബ് റൂട്ട് ഓഫ് -1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നെഗറ്റീവ്. മുകളിൽ പോസിറ്റീവ് ആണ്, താഴെ നെഗറ്റീവ് ആണ്. സോ ഇറ്റ് ഈസ് ലെസ് ദാൻ 0. ഇനി അതേപോലെ f'(1) എടുക്കാം. f'(1) എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 2 - 1 ഡിവൈഡ് ബൈ 1 ക്യൂബ് റൂട്ട് ഓഫ് 1 വിച്ച് ഇസ് പോസിറ്റീവ്. അപ്പോൾ എന്താണ്? ഈ 0ൻ്റെ മുന്നിൽ നെഗറ്റീവ് പിന്നെ പോസിറ്റീവ്. അപ്പോൾ 0ൻ്റെ അവിടെ എന്താണുള്ളത്? റിലേറ്റീവ് മിനിമം. ഓക്കെ, അതേപോലെ 2ൻ്റെ മുന്നിലുള്ള 1ഉം 3യും നമുക്ക് നോക്കാം. f'(1) എടുക്കുന്ന സമയത്ത് ഓൾറെഡി നമുക്ക് കിട്ടി >0. f'(3) എടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും? 5 ഇൻറ്റു 2 - 3 ഡിവൈഡഡ് ബൈ 3 റേസ് ടു ദിസ്. അപ്പോൾ ഇതെന്തായാലും പോസിറ്റീവ്, ഡിനോമിനേറ്റർ പോസിറ്റീവാണ്, പക്ഷേ ഇവിടെ നെഗറ്റീവ് ആണ് അല്ലേ. അപ്പോൾ 5 ഇൻറ്റു നെഗറ്റീവ് നമ്പർ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി നമുക്ക്? വി ഗോട്ട് ഇറ്റ് ആസ് എന്ത് കിട്ടി? നെഗറ്റീവ് അല്ലേ. അപ്പോൾ സൈൻ ചേഞ്ച് ഉണ്ട്. അപ്പോൾ 2ൻ്റെ മുന്നേ വി ഹാവ് എ പോസിറ്റീവ് ആൻഡ് ഇറ്റ്സ് നെഗറ്റീവ്. സോ 2ൻ്റെ അവിടെ എന്താ ഉള്ളത്? ഇറ്റ്സ് എ റിലേറ്റീവ് മാക്സിമം. ഓക്കെ, ആൻഡ് ഫൈൻഡ് ദ റിലേറ്റീവ് എക്സ്ട്രീമ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 0ൻ്റെ അവിടെയാണ് റിലേറ്റീവ് മിനിമം, ഇവിടെയാണ് റിലേറ്റീവ് മാക്സിമം. ആൻഡ് നമ്മളോട് ഫൈൻഡ് ദ മുന്നത്തെ ക്വസ്റ്റ്യനിലും അതുണ്ട് കേട്ടോ, ഞാൻ മറന്നുപോയി മെൻഷൻ ചെയ്യാൻ. ഫൈൻഡ് ദ റിലേറ്റീവ് എക്സ്ട്രീമ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി 0ലാണ് റിലേറ്റീവ് മിനിമം ഉള്ളതെന്ന്. അപ്പോൾ f(0) ആണ് എന്ത്? നമ്മുടെ റിലേറ്റീവ് വാല്യൂ എന്ന് പറയുന്നത്, റിലേറ്റീവ് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ f(0) എന്ന് പറയുന്നത് 0 തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റിലേറ്റീവ് മിനിമം വാല്യൂ. അതേപോലെ f(2)ലാണ് റിലേറ്റീവ് മാക്സിമം ഉള്ളത്. ആൻഡ് f(2) എന്ന് പറഞ്ഞാൽ വാല്യൂ ആണ് വിച്ച് ഇസ് 15 2^2/3 - 3x². നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയാലും മതി.
സോ അത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 14.29. ഇതാണ് നമ്മുടെ റിലേറ്റീവ് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പോർഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് ഐ വിൽ ബി ഗിവിങ് ഇറ്റ് ആസ് എ അസൈൻമെൻറ്റ്. ഓക്കെ, താങ്ക് യു.